യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 9-10 വചനം വായിക്കാം. യോഹന്നാൻ 4:9-10. ആ സമരിയാക്കാരി അവനോട് ചോദിച്ചു, നീ ഒരു യഹൂദനായിരിക്കെ സമരിയാക്കാരിയായ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എന്ത്? യഹൂദരും സമരിയാക്കാരും തമ്മിൽ സമ്പർക്കമൊന്നുമില്ലല്ലോ. യേശു അവളോട് പറഞ്ഞു, ദൈവത്തിന്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരുക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരുകയും ചെയ്യുമായിരുന്നു. യേശു ഇത്രയും അകൽച്ചയുള്ള ഒരു സമുദായത്തിലെ ഒരു സ്ത്രീയോട് എന്തുകൊണ്ട് ചോദിക്കുന്നു? അവന്റെ വാക്കുകള് കൃപാവചസ്സുകളാണ്. ഈശോയുടെ വാക്കുകള് കൃപാവചസ്സുകളാണ്. നമുക്ക് ആ ലൂക്ക 4:22 അറിയുന്ന ഒരു കാര്യമാണ്. ഈശോയുടെ വചസ്സുകളെല്ലാം കൃപാവചസ്സുകളാണ്. അപ്പോ ഈ മകളോട് ചോദിക്കുന്നത് അവളുടെ ആത്മാവിനെ നോക്കിക്കൊണ്ടാണ്. ഈശോയ്ക്ക് അവളില് ഒരു ആത്മീയ ദാഹം ഉണർത്തേണ്ടതുണ്ട്. ഈശോയുടെ മാനുഷികമായ ദാഹത്തിന്റെ പൂർത്തീകരണം അല്ല അവിടെ, വെള്ളം എത്തിക്കാനുള്ള ആഗ്രഹത്താലല്ല. പക്ഷേ ഈ ൾക്ക് ഒരു ആത്മീയ ദാഹം ഉണ്ടാകണം. അതിന് വേണ്ടി ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇവര് തമ്മിൽ തർക്കത്തിലാണ്. ആര്? ഈ സമരിയക്കാരും യഹൂദരുടെ തർക്കം എന്ന് പറഞ്ഞാൽ വർഷങ്ങളുടെ തർക്കമുള്ള ഒരു സമുദായത്തിലാണ്. നമ്മള് ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ പല ഭാഗങ്ങളിൽ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. ആദ്യം തർക്കത്തിലേക്ക് കൊണ്ടുവരുന്നു ദൈവം. ഈശോ അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് വെളിപാടിലേക്ക് നമ്മൾ കാണിച്ചു തരുന്നു. കഴിഞ്ഞ 2 സെഷൻസിലും നമ്മൾ കണ്ടത് ഇതാണ്. യൂദയയിൽ നിന്ന് ഗലീലയിലേക്ക്, യൂദയ തർക്കത്തിലേക്കാണെങ്കിൽ ഗലീലി വെളിപാടിലേക്ക്. ഇവിടെ ഒരു സ്ത്രീയെ പരിചയപ്പെടുത്തുന്നതും ഇവളില് പ്രവർത്തിക്കുന്നത്, ഇവളില് മാനുഷികതയിൽ ഇവളില് പ്രവർത്തിക്കുന്നത് തർക്കമാണ്. ഇവള് തർക്കിക്കാൻ വേണ്ടിയിട്ടാണ് പുറപ്പെടുന്നത്. പക്ഷേ ഈശോ കാണിക്കുന്ന മാർഗം വേറെയാണ്. തർക്കത്തിൽ ജയിക്കുക എന്ന് അല്ല, ആത്മാവിനെ നേടുക എന്നതിന് യേശു പ്രാധാന്യം കൊടുക്കും. നമ്മള് ചിലപ്പോൾ നമുക്കുണ്ടാകുന്ന വിശ്വാസവും ബോധ്യം കൊണ്ടും നമുക്ക് വേണമെങ്കിൽ ആരോടെങ്കിലൊക്കെ തർക്കിച്ച് ജയിക്കാം. അത് നമ്മുടെ ജയമായി മാറുന്നു. അത് ആ വ്യക്തിയെ യേശുവിന് വേണ്ടി നമ്മൾ ആത്മാവിനെ നോക്കും. ഇവിടെ ദൈവം ആയ യേശു ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻകുട്ടികളെല്ലാം തന്നെ തകർക്കുകയാണ് ചെയ്യുന്നത്. നമ്മള് പല തർക്കത്തിലും ഏർപ്പെടുന്നത് നമ്മുടെ തന്നെ ചില വ്യക്തിപരമായിട്ടുള്ള ദൈവികമായ കാരണങ്ങൾ കൊണ്ടൊന്നല്ല. അത് ദൈവിക പരിവേഷം ഉണ്ടാക്കുന്നെങ്കിലും പലപ്പോഴും അത് വ്യക്തിപരമായിട്ടുള്ള മുൻവിധിയിൽ നിന്ന് വരുന്ന തർക്കങ്ങളാണ്. അപ്പൊ നമ്മുടെ കർത്താവ് മുൻവിധിയുടെ തലങ്ങൾ തകർക്കുകയാണ് ചെയ്യുന്നത്. കാരണം മറ്റു വിധത്തിൽ പോകുമ്പോ വിജയങ്ങള് എനിക്ക് ലഭിക്കാം, തർക്കത്തിലൂടെയും ഇതിലൂടെയും. അതിനെക്കുറിച്ച് മത്തായി 16:26 ലോകം മുഴുവൻ നേടാം, തർക്കിച്ചു വേണമെങ്കിൽ നമുക്ക് നേടാം. പക്ഷെ ആത്മാവ് നമ്മുടെയും നഷ്ടപ്പെടാം, അപരന്റെയും നഷ്ടപ്പെടാം. മത്തായി 16:26. മത്തായി 16:26. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? അപ്പൊ ഈശോ ഇവിടെ ആത്മാവിനെ നേടാൻ വേണ്ടിയിട്ട് മുൻവിധികളുടെ തലങ്ങൾ തകർക്കുകയാണ്. അത് യഹൂദരുടെ മുൻവിധിയുടെ തലങ്ങള്, സമരിയക്കാരിയുടെ മുൻവിധിയുടെ തലങ്ങള്, സ്ത്രീ എന്ന നിലയ്ക്ക് ആ സമൂഹത്തിന് അന്നുണ്ടായിരുന്ന ചില മുൻവിധിയുടെ തലങ്ങള് തകർക്കുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവരാൽ അവഗണിക്കപ്പെട്ട ഒരു സോഷ്യൽ ഔട്ട്കാസ്റ്റായി മാറിയിട്ടുണ്ടായിരുന്നു ഇവിടെ.
ആ മുൻവിധികളെ തകർക്കുന്നു. അത്രയേറെ മുൻവിധിയുടെ തലങ്ങൾ തകർത്തുകൊണ്ടാണ് ഈശോ മുന്നോട്ട് പോകുന്നത്. കാരണം നമ്മളെല്ലാം ഈ തർക്കത്തിൽ ഏർപ്പെടുന്നതിന്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഒത്തുവെക്കാൻ വേണ്ടി ഒരു മുഖംമൂടിയാണ്. അത് ചിലപ്പോ ആത്മീയ മുഖംമൂടിയുമായിട്ട് മാറാം. അതുകൊണ്ടാണ്, അതായത് യാഥാർത്ഥ്യത്തെ നേരിടാൻ താല്പര്യമില്ലാത്തവരാണ്, സത്യത്തെ സ്വീകരിക്കാൻ വിസ്മരിക്കുന്നവരാണ് ഒരു നല്ലൊരു ശതമാനം വ്യക്തികളും തർക്കത്തിലേക്ക് ഇടപെടുന്നത്. ഇനി നമ്മള് 10ാം കാണുകയാണ്. ദൈവത്തിന്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരുക എന്നും നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരുകയും ചെയ്യുമായിരുന്നു. ഈ ഭൗതിക തലത്തിൽ നിന്ന് ഈശോ ആ മകൾക്ക് ദൈവിക തലം കാണിച്ചു കൊടുക്കുകയാണ്. അതിന് ഈശോ ആദ്യം അവള് പറഞ്ഞ എതിർപ്പുകൾക്ക് ഒരു മറുപടി, അതായത് സമുദായ എതിർപ്പുകളെ കുറിച്ച് ഒരു വാക്ക് പോലും അവിടെ സംസാരിക്കുന്നില്ല. നമുക്ക് നമ്മുടെ ചുറ്റുപാട് നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ പ്രകോപനം കൊള്ളിപ്പിക്കുന്ന, അത് ചിലപ്പോൾ നമ്മുടെ ഇടയിലുള്ള ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ പ്രകോപനം കൊള്ളിപ്പിക്കുന്ന വിധത്തിൽ ഇങ്ങനെ നമ്മളെ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ നയിപ്പിക്കും ചില കാര്യങ്ങൾ. പക്ഷെ അതിന് എല്ലാത്തിനും ഉത്തരം കൊടുക്കേണ്ട ആവശ്യമില്ല. അതല്ല അവരുടെ യഥാർത്ഥ പ്രശ്നം. അവരുടെ ഈ മകളുടെ പ്രശ്നം അവളുടെ അജ്ഞതയാണ്. അതുപോലെ അവളുടെ ആത്മീയ കുറവുകളാണ്. അവൾ രക്ഷകനെ ആവശ്യമുണ്ട്. ഇതാണ് യഥാർത്ഥ കാര്യം. അവൾക്ക് രക്ഷകൻ ആവശ്യമുണ്ട്. ആ ആവശ്യത്തിലേക്കാണ് ഈശോ ഫോക്കസ് ചെയ്യുന്നത്. അല്ലാതെ അവൾ ഉന്നയിക്കുന്ന തർക്കത്തിലേക്ക് ഇടപെടാനല്ല. അവൾക്ക് രക്ഷകൻ ആവശ്യമുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മള് ഇടപെടുന്ന വ്യക്തികൾക്ക് ഈശോയെ ആവശ്യമുണ്ട്. അവര് പറയുന്ന കാര്യങ്ങളല്ല, ഈശോയാണ് ആവശ്യം. അതിന് ഒരു അവസരം ഒരുക്കി കൊടുക്കുക. അവിടെയാണ് ഈശോ അവൾക്കൊരു അവസരത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതായത് ദൈവം എന്തെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ, അപ്പൊ അജ്ഞതയുണ്ട് നിനക്ക്, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ദാനം എന്താണെന്ന് നീ അറിയുന്നില്ല എന്നാണ് ചോദ്യം. ദാനം എന്താണ്? യോഹന്നാൻ 3:16. യോഹന്നാൻ 3:16. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. 1 യോഹന്നാൻ 3:16. 1 യോഹന്നാൻ 3:16. ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്ന് സ്നേഹം എന്തെന്ന് നാം അറിയുന്നു. നമ്മളും സഹോദരർക്ക് വേണ്ടി ജീവൻ പരിത്യജിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ഇവളിലേക്ക് യഥാർത്ഥ സ്നേഹം എന്താണെന്നാണ്. അവൾ ഇതുവരെ ജീവിതത്തിൽ യഥാർത്ഥ സ്നേഹം എന്താണെന്ന് കണ്ടിട്ടില്ല. അവള് കണ്ടിട്ടുള്ളത് മുഴുവൻ മാനുഷിക സ്നേഹമാണ്. ഇവൾക്ക് ഒരു ത്യാഗോജ്വലമായിട്ടുള്ള ഒരു ദൈവിക സ്നേഹത്തെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അതിന് അവൾക്ക് ആത്മീയ അറിവുകൾ ഉണ്ടാവും. ഇതുവരെ ആത്മീയ അറിവുകളില്ല എന്നുള്ളതാണ് ഈശോ ഫോക്കസ് ചെയ്യുന്നത്. നമ്മളും ആത്മീയ അറിവില്ലാത്തവരാകരുത്. 1 കൊരിന്തോസ് 12:1. 1 കൊരിന്തോസ് 12:1. സഹോദരരെ, നിങ്ങൾ ആത്മീയ ദാനങ്ങളെ കുറിച്ച് അറിവുള്ളവരായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിനെ കുറിച്ചുള്ള ശരിയായിട്ടുള്ള അറിവ് ഉണ്ടെങ്കിൽ ഒരു മനുഷ്യനും അവനെ അന്വേഷിക്കാതിരിക്കില്ല. അവനെ അന്വേഷിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള യഥാർത്ഥ അറിവില്ല എന്നുള്ളതാണ് അതിന്റെ അടയാളം. സങ്കീർത്തനം 9:10. സങ്കീർത്തനം 9:10. അങ്ങയുടെ നാമം അറിയുന്നവർ അങ്ങയിൽ വിശ്വാസം അർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയെ അന്വേഷിച്ചവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. അന്വേഷിക്കുന്നവരിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതായത് അവരില് ജീവജലം ഉണ്ടാകുമെന്നാണല്ലോ പറയാൻ. സങ്കീർത്തനം 63:1. സങ്കീർത്തനം 63:1. ദൈവമേ, അവിടുന്നാണ് എന്റെ ദൈവം. ഞാൻ അങ്ങയെ തേടുന്നു. എന്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. ഉണങ്ങി വരേണ്ട ഭൂമി എന്ന പോലെ എന്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു.
ഏശയ്യ 44:3. ഏശയ്യ 44:3. വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. നിന്റെ സന്തതികളുടെ മേൽ എന്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എന്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. യോഹന്നാൻ 7:38. യോഹന്നാൻ 7:38. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. ഏശയ്യ 12:3. ഏശയ്യ 12:3. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. ഏശയ്യ 35:7. തപിച്ച മണലാരണ്യം ജലാശയമായി മാറും. ദാഹിച്ചിരുന്ന ഭൂമി അരുവികളായി മാറും. കുറുനരികളുടെ പാർപ്പിടം ചതുപ്പുനിലമാകും. പുല്ലും ഞാങ്ങണയും കോരപ്പുല്ലുമായി പരിണമിക്കും. ഏശയ്യ 55:1. ഏശയ്യ 55:1. ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവൻ. നിർധനൻ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ. വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക. സക്രിയ 14:8. സക്കറിയ 14:8. അന്ന് ജീവജലം ജെറുസലമിൽ നിന്ന് പുറപ്പെട്ട് പകുതി കിഴക്കേ കടലിലേക്കും പകുതി പടിഞ്ഞാറേ കടലിലേക്കും ഒഴുകും. അത് വേനൽക്കാലത്തും ശീതകാലത്തും ഒഴുകിക്കൊണ്ടിരിക്കും. അതിനാൽ തർക്കത്തിൽ നിന്ന് മോചിതരായാൽ വെളിപാടിന്റെ നിറവിൽ വചനവും ആത്മാവും ഒഴുകും. പ്രൈസ് ദി ലോർഡ്.